കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ പിളർപ്പുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ തനിക്കൊരു പരാതിയുമില്ലെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. KPCC നേതൃത്വത്തിൽ അനിശ്ചിതത്വം പാർട്ടിക്കുള്ളിലുണ്ടെങ്കിലും അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാനില്ലെന്ന നിലപാടിലാണ് സുധാകരൻ. അതേസമയം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്ന് സുധാകരൻ അഭിപ്രായപ്പെട്ടു. ഹൈക്കമാൻഡിന്റെ എന്ത് തീരുമാനവും അനുസരിക്കുമെന്നും മാറ്റിയാൽ എന്താണ് കുഴപ്പമെന്നും ഹൈക്കമാൻഡിന് മാറ്റണമെന്നാണെങ്കിൽ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നും സുധാകരൻ പറഞ്ഞു. തനിക്കൊരു പരാതിയുമില്ലെന്നും താൻ തൃപ്തനാണെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. എന്നാൽ KPCC അധ്യക്ഷൻ കെ സുധാകരന് പിന്തുണയുമായി പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 3.5 വർഷമായി സുധാകരന് കീഴിൽ പാർട്ടി ശക്തമാണെന്നും KPCCയിലും DCCകളിലും അഴിച്ചുപണി നടക്കേണ്ടതിനു പകരം പാർട്ടി അധ്യക്ഷനെ തന്നെ മാറ്റുന്നത് ശരിയല്ലെന്നും സുധാകരനെ അനുകൂലിക്കുന്നവർ പറയുന്നു. കെ സുധാകരൻ പാർട്ടിയിലെ ഐക്യമില്ലായ്മയുടെ പേരിലോ പ്രവർത്തനത്തിലെ പോരായ്മയുടെ പേരിലോ മാറേണ്ടതില്ലെന്ന വാദം ആദ്യം ഉയർത്തിയത് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂരാണ്. പിന്നാലെ KPCC ഉപാധ്യക്ഷൻ VT ബൽറാം സുധാകരനുള്ള പിന്തുണ പരസ്യമാക്കി. കെ സുധാകരൻ അധ്യക്ഷനായ ശേഷമുള്ള 3 ഉപതിരഞ്ഞെടുപ്പുകളിലെ മിന്നും ജയവും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനവും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലെ മുന്നേറ്റവും അക്കമിട്ട് നിരത്തിയാണ് പിന്തുണ അറിയിച്ചത്. സംഘടനാതലത്തിൽ താഴെത്തട്ടിൽ വരെ പ്രവർത്തനം ശക്തമാണെന്നും സുധാകരനെ അനുകൂലിക്കുന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. KPCC തലപ്പത്ത് അഴിച്ചുപണിയെന്ന സൂചന വന്നപ്പോൾ തന്നെ സുധാകരനുള്ള പിന്തുണ രമേശ് ചെന്നിത്തലയും നേരത്തെ പരസ്യമാക്കിയിരുന്നു. അതേസമയം കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും സുധാകരന് എതിരെയാണ് നിലകൊള്ളുന്നത്. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വരുന്നതിനു മുൻപ് വരെ സുധാകരനെതിരെ നേതാക്കൾ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു. പുനഃസംഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ അതിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. അതേസമയം അതിന്റെ ആവശ്യമില്ലെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞതിനു ശേഷം അത്തരത്തിലുള്ള തർക്കങ്ങൾ അല്പം ഒതുങ്ങിയ മട്ടാണ്. എന്നിരുന്നാലും കോൺഗ്രസിലെ ചേരിതിരിവുകളും അസ്വാരസ്യങ്ങളും പാർട്ടിയെ വിടാതെ വേട്ടയാടുകയാണ്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.